ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. നമ്മളിന്ന് എഴുന്നേറ്റപ്പം സൺഡേ ആണല്ലോ, എല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ മാർക്കറ്റിലേക്ക് പോയി. നേരത്തെ പോയിട്ട് വരാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ലഞ്ചും കാര്യങ്ങളും ലേറ്റ് ആവും. മമ്മി ഇന്നലെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ തന്നെ നൂലപ്പവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ട്. സോ നമ്മൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബനീഷ് നമ്മളെ കണ്ട വഴിക്ക് മീനും കൊണ്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയാണ്, നിങ്ങളെ കണ്ട വഴിക്ക് ബനീഷ് ഫോണും കൊണ്ട് വന്ന് നിൽക്കല, മീനും കൊണ്ട് വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ ശക്തിപൂർവ്വം മീനുകളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല മീനാണ് കേട്ടോ. അപ്പം ഡോൺ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച് മീൻ തന്നെ പിന്നെ അവനോട് ചോദിച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1/2 കിലോ മത്തിയും കുറച്ച് നങ്കും, അതായത് നമ്മുടെ മാന്തളും ഒക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ കടയിലുള്ള ചേട്ടൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ തനി തൃശ്ശൂർ ഭാഷ പറയുന്ന ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും മീൻ പിടിച്ച് നിൽക്കാം, വീഡിയോ എടുത്തോ, എന്താ ബനീഷിൻ്റെ മാത്രം എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ച്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ബാക്കി കടകൾ മോശമാണെന്നല്ല, എല്ലാ കടകളും നല്ലതാണ്. പക്ഷെ നമ്മൾ പോയി സ്ഥിരമുള്ള ഒരു കട ഇതാണ്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഓർഡറൊക്കെ ചെയ്ത് വരും, അത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കോട്ടോ. അപ്പോഴത്തേനും നമ്മളിതേ അപ്പുറത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ബീഫ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഫ്രഷ്, ഞങ്ങളധികം നെയ്യ് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ബീഫ് വാങ്ങിക്കാറില്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇഷ്ടമാണ്. ഇവിടെ മമ്മിക്കിൻ്റെ അടിക്ക് ഡോൺ ചേട്ടനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഹെൽത്തിന് അത് അത്ര നല്ലതല്ല, അതുകൊണ്ട് ബീഫ് മാത്രമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങളായിട്ട് ബിസിയാണ്. എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ട് ഇന്ന് അധികം വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വാങ്ങിച്ച് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സൈഡിൽ നിന്ന് റെഡിയാക്കണം. ഇന്ന് കപ്പ ഒരു വെറൈറ്റിക്ക് വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് റിലയൻസിൽ പോയിട്ട് നമ്മൾ നെയ്യൊക്കെ തീർന്നിരിക്കുകയാണ്, അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി. മമ്മി അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്ത് മമ്മി ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ മീനൊക്കെ കഴുകി കൊടുത്തപ്പോൾ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. എന്താ പറയുക, അത് ഒരു വലിയൊരു ടാസ്ക്കാണ്. പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഈ സൈഡ് ഫുൾ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. വെജിറ്റബിൾസ് എല്ലാം ഒതുക്കി വെക്കുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് കഴുകി കൊടുക്കുക. സബോള ഉള്ളിയൊക്കെ ഞാൻ എടുത്തിടും, അല്ലാതെ ഫ്രിഡ്ജ് ഓർഗനൈസിങ് ഫുൾ മമ്മീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. വീക്ക്ലി വൺസ് മമ്മി അത് വീക്ക്ലി എന്നല്ല, മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് മമ്മി ക്ലീൻ ചെയ്യും. പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്യുക സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നോൺ വെജൊക്കെ ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. അതായത് കുറഞ്ഞ് വന്ന പാത്രങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് റിലയൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടോ അമൂലിൻ്റെ പിസ്സ. അപ്പോൾ ഇതൊരു 2:30-2:45 ആയപ്പം എല്ലാം കഴിഞ്ഞു. പാച്ചു കൂടെ താഴെ കിടപ്പുണ്ട്. ഡാഡി ഫോൺ കാണുന്നു. തോമും അപ്പയും മറ്റേ റങ്കണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും കാണാറുണ്ട്, അവർ മടുക്കണില്ല. ശരിയെന്ന് വിചാരിച്ച് മമ്മി ഫോണായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ പിള്ളേർക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് പിസ്സ ഞാൻ നമ്മുടെ അകാരോൻ്റെ എയർ ഫ്രയറിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓവൻ ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വലിയൊരു ജോലിയുള്ളത് ചാക്കോച്ചൻ്റെയും തോമുവിൻ്റെയും മാമോദിസയ്ക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റെ അളവെടുക്കാനും ഒക്കെ പോകണം. അപ്പം അതിനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ചേച്ചി വിളിക്കാം ഫ്രീ ആകുമ്പോൾ, ഡെൽമ ചേച്ചി. അപ്പം നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സിന് കാര്യമുള്ളൂ. അപ്പോൾ ചേച്ചി വിളിക്കുമ്പോഴത്തേനും ചെല്ലാം എന്നുള്ള ഇതിലിരിക്കുകയാണ്. ഫുഡൊക്കെ റെഡിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മുകളിൽ വന്ന് പിള്ളേരെ എല്ലാം കുളിപ്പിച്ച് ജസ്റ്റ് അത് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഡെൽമ ചേച്ചി വിളിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരെയൊക്കെ റെഡിമണി ആക്കി ചേച്ചിയുടെ അടുത്ത് പോയി. അത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ചേച്ചി സെറ്റാക്കി തരും. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച്, എന്നെ നോൺചേട്ടനെ സംബന്ധിച്ച് ചേച്ചിക്ക് അങ്ങ് വിട്ടു കൊടുത്തു. കാരണം അത് ചെയ്യുന്നവർക്കൊരു ഐഡിയ കാണും. നമ്മളത് വലിയ ആധികാരികമായിട്ട് പറയാൻ പോയാൽ അത് അതിനേക്കാളും വലിയ പണി കിട്ടും. അപ്പോൾ ഞങ്ങൾ വേഗം ഒരുങ്ങി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ്. അപ്പോൾ ചാക്കോച്ച വന്ന് ഇടിച്ചപ്പോൾ ഫോൺ എൻ്റെ മുഖത്തോട്ട് വീണാണ് കേട്ടോ. അതാണ് ഒരു ചെറിയൊരു ക്ലോസപ്പ് ഇമേജ് എൻ്റെ കാണേണ്ടി വന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോണത് പടവരാടാണ് കേട്ടോ ചേച്ചിയുടെ വീട്. പടവരാട് പള്ളിയുടെ സൈഡിൽ കൂടെ വേണം കയറി പോകാൻ. നിങ്ങൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ നിങ്ങൾ പാച്ചുവിൻ്റെ മാമൂസ ഡ്രസ്സൊക്കെ കണ്ടു കാണും. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടെ പിള്ളേർക്കും വേറെ ഒന്നും നോക്കിയില്ല, ഡെൽമ ചേച്ചിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പം നമ്മളീ പറയുന്ന പോലെ ഇപ്പോഴും ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ വിചാരം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിചാരിക്കും ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തില്ല, പക്ഷേ ഇവരിതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. നമ്മൾ മുൻകൂട്ടി റെഡിയായിട്ടിരിക്കുകയാണ്. കാരണം ഇനി ധ്യാനം കൂടുക എന്നുള്ളൊരു സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഏത് നിമിഷവും നടക്കാം.
അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് തളരാതെ മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഡെൽമ ചേച്ചിയുടെ വീട്. ഫുൾ ഓഫ് ചെടിയാണ് കേട്ടോ, പലതരം ചെടിയൊക്കെ ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീടാണ്. വലിയ പിള്ളേരാണല്ലോ, അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചേച്ചി ചെടി കൊണ്ട് നിറച്ചേക്കാണ് കേട്ടോ വീട്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വീടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വലിയ വർത്തമാനത്തിനൊന്നും നിന്നില്ല. ഏത് ടൈപ്പ് വേണം, എന്ത് വേണം എന്നുള്ളത് ചേച്ചിയുടെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ചേച്ചി ഈ ബൊട്ടീക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ വൃത്തിയിൽ, വളരെ ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കും ഇഷ്ടമായൊരു സംഭവം ഏത് മെറ്റീരിയൽ വേണം, ഇപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എല്ലാതരം മെറ്റീരിയൽസും ചേച്ചി എടുത്ത് കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഡെമോകൾ വെച്ചിട്ടുണ്ട്, പാനലുകളുടെ ഡെമോ, ക്യാൻഡിൽസിൻ്റെ ഡെമോ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും വീട്ടിലല്ലേ എന്താ, പക്ഷെ അങ്ങനെയല്ല. ചേച്ചി അതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോൺ ചേട്ടൻ ആദ്യം പറഞ്ഞു നമ്മൾ അധികം റെഫറൻസുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം റെഫറൻസുകൾ എടുത്താൽ അത് തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി വരും. ഇത് പാച്ചുവിൻ്റെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ചേച്ചി ഏറ്റവും ഭംഗിയായിട്ടത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ വേറെ ആധികാരികമായിട്ടൊന്നും ചിന്തിക്കണില്ല. അപ്പോൾ ചേച്ചി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, എനിക്ക് ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അവരുടെ ഫർണിച്ചേഴ്സും ഒക്കെ അടിപൊളിയാണ്. അപ്പം ചേച്ചി മെയിൻലി ചെയ്യുന്നത് ബാപ്റ്റിസമാണ്. ഹോളി കമ്മ്യൂണിയൻ ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ പോലെയാണ് ചെയ്യുക. മെയിൻലി ബാപ്റ്റിസം മാത്രമാണ് ചേച്ചി ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെൺപിള്ളേർക്കാണ് കൂടുതലുള്ളത്. ആൺപിള്ളേർക്ക് അറിയാലോ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചേച്ചി പറഞ്ഞപ്പോൾ നമുക്കത് പല കാര്യങ്ങളും ഭയങ്കര തോട്ട്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് എന്താണോ ഓക്കെ, അല്ലെങ്കിൽ ചേച്ചിക്ക് എന്താണോ കൺവീനിയൻറ്റ്, പിള്ളേർക്ക് എന്താവോ ഭംഗി, അതനുസരിച്ച് ചെയ്തോ. കാരണം ഒരാൾ ചെറുതും ഒരാൾ നല്ല വലുതുമാണ്. സോ നമുക്ക് ഏതാണ് പ്രാക്ടിക്കലാവുക, അവരെ സംബന്ധിച്ച് അവർ ഏത് കാറ്റഗറിയിലും ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ 5-6 വയസ്സും കഴിഞ്ഞിട്ട് മാമോദിസ ചെയ്യുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. നമ്മൾ വലിയ ധാരണകൾ കൊടുക്കാതിരിക്കും. ഇപ്പോൾ കളർ ചോയ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കളർ തീം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യുക എന്നുള്ളതൊരു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ്, അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഞാൻ നല്ല വൃത്തിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മമ്മിയുടെയും ഡിമ്പിളിൻ്റെയും ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൊട്ടകൾ, അത് എല്ലാം പലതരം സംഭവങ്ങളുണ്ട്, കളർ വൈസ് ഉണ്ട്. അങ്ങനെ എല്ലാം ചേച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ മെഷർമെൻറ്റ് എടുക്കുക, നമ്മൾ പാച്ചുവിന് വേണ്ടി വന്ന ഓർമ്മയാണ് കേട്ടോ. തോമുവിനെയും കൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇയർ പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പല വിധത്തിലും നോക്കി അളവെടുക്കാൻ. അവസാനം ചേച്ചി ഒരു ഡയറി മിൽക്ക് കൊടുത്ത് തോമുവിൻ്റെ വീക്ക് പോയിന്റിൽ പിടിച്ചു കേട്ടോ. അങ്ങനെ അളവൊക്കെ എടുത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. എനിക്ക് ചേച്ചിയുടെ അറേഞ്ച്മെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ചളിയാക്കുന്നില്ല. അങ്ങനെ ലൈറ്റൊക്കെ ഡ്രസ്സ് നമ്മുടെ നോർമൽ ലൈറ്റിൻ്റെ ഇതിൽ കാണിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്കിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സുകൊണ്ട് ഓക്കെ ആണെങ്കിലേ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പാച്ചുവിൻ്റെ ഇതിൽ ചേച്ചിയുടെ കാര്യത്തിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എനിവേ ചേച്ചിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നാട്ടിൽ നിന്ന് ഇടയ്ക്ക് വന്ന് അല്ലെങ്കിൽ സമയം പോലെ നടത്തുന്നവർ, ബാപ്റ്റിസം പിന്നെ നമ്മൾ എപ്പോഴും നടത്തുന്ന കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും കിട്ടുമ്പം അതിന് ശരിക്കുള്ളൊരു അറിയും. ഇനി റീസെൻ്റ്ലി വല്ല ബാപ്റ്റിസമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ടു Z കാര്യങ്ങൾ ചേച്ചി സെറ്റ് ചെയ്തു തരും, ഫോട്ടോ ക്യാൻഡിലും ഒക്കെ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ഡോൺ ചേട്ടനും മമ്മിയും ഡാഡിയും കൂടെ നെസ്റ്റോയിൽ പോയേക്കാണ്. പിള്ളേരെയും ഞാനും ഡിമ്പിളും പോയിട്ടില്ല, കാരണം പിള്ളേർക്കൊരു ചുമയുള്ള കാരണം പുറത്ത് കൊണ്ടുപോയി ഇത് കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പിള്ളേരെ ഉറക്കമാണ്. ഡാഡിയും മമ്മിയും ഡോൺ ചേട്ടനും ഒക്കെ നെസ്റ്റോയിൽ പോയിക്കാണ്. അവർ വരുമ്പോഴത്തേനും ഡിന്നറായിട്ടാണ് വരിക. സോ പിള്ളേരെ ഉറക്കിയിട്ട് വളരെ സമാധാനത്തിൽ കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയൊക്കെ ഇവരുടെ കയ്യിലാണ് കേട്ടോ. എന്തായാലും നമ്മൾ ബാപ്റ്റിസം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് മനസ്സിൽ. ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഇഷ്ടം പോലെ നടത്തി തരട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോമു ഉറങ്ങി, ചാക്കോച്ചൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം നമുക്ക് നാളെയും ഷോപ്പിംഗ് ഉണ്ട്. നാളെ ഞാനും ഡോൺ ചേട്ടനും മാത്രമുള്ളൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം നാളെയും ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും
ഈ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ് ഇപ്പോൾ അല്ലേ. എൻ്റെ എന്നല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം നിങ്ങളുടെ സന്തോഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ആ സന്തോഷം എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും അത് നിങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞുകൊണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേരുടെ മാമോദിസയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് പർച്ചേസിങ് കാര്യങ്ങൾക്കൊക്കെ പോവാം. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.